ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. തുടർന്ന് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ദൗത്യസംഘത്തെ എത്തിക്കും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആക്സിയം 4 ദൗത്യസംഘത്തിന്റെ മടങ്ങിവരവിനായി. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്ര ഇപ്പോഴും തുടരുകയാണ്. അതേത് ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്? ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഓരോ ഘട്ടങ്ങളിലായിട്ട് ഭ്രമണപഥം താഴ്ത്തി അത് പതിയെ ഭൂമിയിലേക്ക് അടുപ്പിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള അടുത്ത ഡി ഓർബിറ്റൽ സ്റ്റേജ് ആരംഭിക്കുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം, ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഇതിൻ്റെ വേഗത പിന്നെയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള വേഗതയുടെ ഒരു ഇരട്ടിയാകാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് അതിൻ്റെ വേഗത പരമാവധി കുറച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കർഷണമാണ്. ഭൂമിക്ക് അന്തരീക്ഷമുള്ളതിനാൽ തന്നെ അന്തരീക്ഷ വായുവിൽ ഉരസിയുള്ള കർഷണം. ഇത് കാരണം ഇതിൻ്റെ ഉപരിതലത്തിലുള്ള താപനില ഏതാണ്ട് 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ സംരക്ഷിക്കാനായി ഈ ഡ്രാഗൺ പേടകത്തിന്റെ ചുറ്റും ഒരു താപ കവചം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ആ ഒരു ബഹിരാകാശ ക്യാപ്സ്യൂളിനോ ഇതിനകത്തുള്ളവർക്കോ ഒന്നും തന്നെ സംഭവിക്കില്ല. ഇതെല്ലാം മറികടന്ന് വേണം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ളത്. ഇപ്പോൾ സമയം വേറെ മാറ്റമൊന്നും അറിയിച്ചിട്ടില്ല. 3 മണി തന്നെയാണ് ഐ എസ് ആർ അതുപോലെ തന്നെ നാസയും നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ള ലൊക്കേഷനായി നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഇപ്പോൾ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളോ മറ്റ് വെല്ലുവിളികളോ ഒന്നും തന്നെ സമുദ്രത്തിൽ നിലനിൽക്കുന്നില്ല. സുരക്ഷിതരായി തന്നെ ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് നിലവിലുള്ള വിവരം. വൈകുന്നേരം ഇവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നതോടെ ഈ ബഹിരാകാശ ക്യാപ്സ്യൂൾ അതിനകത്ത് നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് സ്പേസ് എക്സിൻ്റെ കപ്പലിലേക്ക് മാറ്റും. ഇത് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്ത് ടെക്സസിലുള്ള ഈ പ്രത്യേക ഒരു സെൻറ്ററിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും ഇവരുടെ 7 ദിവസത്തെ നിരീക്ഷണവും മറ്റ് കാര്യങ്ങളും എല്ലാം നടക്കുക. തീർച്ചയായിട്ടും 3 മണി സമയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുകയാണ്. ഇതിനോടൊപ്പം പോളണ്ട്, ഹംഗറി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കും ഇത് നിർണായകമായിട്ടുള്ള ദിവസം തന്നെയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് സമയം ചെലവഴിക്കുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന റെക്കോർഡും അതുപോലെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന റെക്കോർഡും കൈപ്പിടിയിൽ ഒതുക്കി ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ശുഭാംശു ശുക്ലയുടെ മടങ്ങിവരവും. അജയ്, ഇതോടൊപ്പം ഈ പരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേത് തരത്തിൽ ഇന്ത്യയുടെ മറ്റ് ഇനി വരാനിരിക്കുന്ന ദൗത്യങ്ങളിലടക്കം ഉപയോഗപ്പെടുത്താമെന്നതാണ് ISRO സംബന്ധിച്ച് പ്രധാനമായുമുള്ളത്. ISROയുടെ പ്രതിനിധികളടക്കം അവിടെ ഉണ്ടാകുമെന്നറിയുന്നുണ്ട്. അത് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇന്ത്യ കാണുന്നത്, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖല കാണുന്നത്? ഇന്ന് അവർ ബഹിരാകാശത്ത് നിന്ന് എത്തിക്കുന്ന ഡേറ്റ അത് വളരെയധികം ഒരു നിർണായകമായിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നിന്നുള്ള ഒരു കണ്ടെത്തലുകൾ അത് നമ്മുടെ ഭാവി മിഷൻ ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും ഭാവിയിലത്തേക്കുള്ള ഉപകരണങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിലാണെങ്കിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ മൈക്രോ ആൽഗകളുടെ പ്രവർത്തനം ഉൾപ്പെടെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിലൂടെ ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇന്ധനം അതുപോലെ തന്നെ ഭക്ഷണം തുടങ്ങിയിട്ടുള്ളവ ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ബഹിരാകാശത്ത് ഇപ്പോൾ ജീവിക്കുന്ന ബാക്ടീരിയകൾക്ക് എത്ര കാലം സർവൈവ് ചെയ്യാൻ സാധിക്കും, ഇവയുടെ സർവൈവൽ കാലാവധി, ഇവയെല്ലാം പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു ദീർഘകാലയളവിൽ നമ്മുടെ രാജ്യത്തെ ബഹിരാകാശ മിഷന് എല്ലാം ഒരു ദൗത്യത്തിന് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മസിൽ സെൽസിൻ്റെ പ്രവർത്തനം, പിന്നെ ബഹിരാകാശത്ത്
ബഹിരാകാശത്ത് വെച്ച് വിത്തുകൾ മുളപ്പിച്ച് അതിൻ്റെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ ബഹിരാകാശത്ത് വെച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനുകളും അതുപോലെ കീപാഡുകളും പിന്നെ മൗസുകൾ ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾക്കും വിരലുകൾക്കും ഉണ്ടാകുന്ന ചലനത്തിലെ വ്യതിയാനങ്ങൾ, ഇവയെല്ലാം തീർച്ചയായിട്ടും നിരീക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ശുഭാംശു ശുക്ലയുടെ ഈ അനുഭവങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഹാം റേഡിയോ വഴി വിദ്യാർത്ഥികളുമായി അത് ചെറിയ രീതിയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയമായി അദ്ദേഹം നേടിയെടുത്ത അറിവുകൾ, അതിൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ട് അദ്ദേഹം നേടിയെടുത്ത മറ്റ് കൂടുതൽ കാര്യങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഇന്ത്യയിലെത്തി ഇവിടുത്തെ മറ്റ് ശാസ്ത്രജ്ഞരുമായി പങ്കുവയ്ക്കും. അടുത്ത ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഉപദേശം, ഇദ്ദേഹത്തിൻ്റെ ഈ നേതൃത്വം, അത് തീർച്ചയായിട്ടും ISROയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു ഉപയോഗപ്രദമാകും. മാത്രമല്ല, ഒരു സ്വകാര്യ ദൗത്യം എന്ന നിലയിൽ 60ഓളം പരീക്ഷണങ്ങൾ, 31 രാജ്യങ്ങളുടെ 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ ആക്സിയം 4 സംഘത്തിൻ്റെ വരവെന്ന് പറയുന്നത്. ഇതിൽ 7 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ശുഭാംശു ശുക്ല പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റുകളെല്ലാം അദ്ദേഹം തത്സമയം സംസാരിച്ചപ്പോഴെല്ലാം നമുക്ക് ലഭ്യമായിരുന്നു. ഇനി കൂടുതൽ എന്തൊക്കെയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയതെന്നെല്ലാം നമുക്ക് അദ്ദേഹം ഭൂമിയിലെത്തിയതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചപ്പോഴും പിന്നെ ISROയിലെ ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇതിൻ്റെ ചെറിയ അപ്ഡേറ്റുകളാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കൂടുതൽ ഈ ഇപ്പോൾ നമ്മൾ കേട്ട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ ഈ വിത്തുകളുടെ വളർച്ച, അതുപോലെ തന്നെ ഈ ശരീരത്തിലെ സെൽസിന്, മസിൽ സെൽസിന്, പിന്നെ ബോൺ സെൽസിനൊക്കെ ഉണ്ടാകുന്ന ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തി അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചു എന്ന് മാത്രമേ അറിയാവൂ. ഭൂമിയിലെത്തിയതിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്താണ്, അത് ഇതിൻ്റെ നിരീക്ഷണ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതിൻ്റെ അപ്ഡേറ്റുകളും നമുക്ക് അതിനനുസരിച്ച് പുറത്തുവിടാം. ശ്രീജ, ഓക്കെ. അജയാണ് വിവരങ്ങൾ നൽകിയത്. ആകാംക്ഷയോടെ, ഉദ്വേഗത്തോടെ കാത്തിരിക്കുകയാണ് ലോകം. ആക്സിയം 4 ദൗത്യം സ്വകാര്യ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ ലോകത്തെ 2ാമത്തെ ദൗത്യമാണ്. 4 പേരാണ് പോയിട്ടുള്ളത്. അതിൽ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുണ്ട് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരം. അപ്പോൾ ആ ദൗത്യം